ശബരിമലയിൽ മണ്ഡലകാലത്ത് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതിൽ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാകും. ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സംഘം ഇദ്ദേഹത്തെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് നീക്കം. നെയ്യ് വാങ്ങിയ ഇടപാടിലൂടെ ദേവസ്വം ബോർഡിന് 2.3 കോടി രൂപയുടെ ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായതെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിനെ കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെയും പ്രതി ചേർക്കും. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും നിയമ നടപടികളുടെ ഭാഗമായി അദ്ദേഹത്തെ നിലവിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം. അതിനുശേഷമുള്ള അന്വേഷണ ഘട്ടങ്ങളിൽ പ്രതിപ്പട്ടികയിൽ നിന്ന് ഇയാളെ തുടർ നടപടികളിൽ നിന്ന് ഒഴിവാക്കും. കേസിൽ ഉയർന്ന തുകയ്ക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് മിൽമ ഉദ്യോഗസ്ഥരെ തൽക്കാലം പ്രതി ചേർത്തിട്ടില്ല. എങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശദമായ അന്വേഷണത്തിൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇവർക്കെതിരെയും തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഔദ്യോഗികമായ നിലപാട്. ശബരിമലയിലെ നെയ്യ് ക്രമക്കേടിൽ വലിയ വിഴുപ്പലക്കൽ ഉണ്ടായതോടെയാണ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. ഇത് സംബന്ധിച്ച് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രാഹാം ഇന്ന് ഹൈക്കോടതിയെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. വിജിലൻസ് ഡയറക്ടർ നൽകിയ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ നിന്ന് വിജിലൻസ് SP MJ സോജനെ അന്വേഷണ സംഘത്തിന്റെ തലവനായി ഹൈക്കോടതി തെരഞ്ഞെടുത്തു. നേരത്തെ ജസ്റ്റിസുമാരായ V രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസിൽ പ്രത്യേക സംഘത്തെ വച്ച് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരുന്നത്. വിജിലൻസ് എറണാകുളം സ്പെഷ്യൽ സെൽ SP ആയ MJ സോജന് പുറമെ 5 അംഗ ഉദ്യോഗസ്ഥരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത്. വിജിലൻസ് DYSP PS ഹരിയാണ് ഇത്തരത്തിൽ കേസിന്റെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ. വിജിലൻസ് ഇൻസ്പെക്ടർമാരായ സജീഷ് ശങ്കർ AS, ശ്രീജിത്ത് S, കിരൺ TR, രതീന്ദ്രകുമാർ PS എന്നിവരാണ് സംഘത്തിലെ മറ്റംഗങ്ങൾ. അന്വേഷണ നടപടികൾ കുറ്റമറ്റതാക്കാൻ വിജിലൻസ് ഡയറക്ടറുടെ മുൻകൂർ അനുമതിയില്ലാതെ മറ്റ് ഉദ്യോഗസ്ഥരെ ആരെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തരുതെന്നും മനോജ് എബ്രാഹാം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സദേൺ റേഞ്ച് SP ജുവനപ്പുടി മഹേഷ്, ഈസ്റ്റേൺ റേഞ്ച് SP R ബിനു എന്നിവരുടെ പേരുകളും വിജിലൻസ് ഡയറക്ടർ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു. നെയ്യ് വാങ്ങിയ ഇടപാടിലൂടെ ദേവസ്വം ബോർഡിന് 2.3 കോടി രൂപയുടെ ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായതെന്ന് വിജിലൻസ് വ്യക്തമാക്കുന്നു.